Amrithweni Light Speed Superstar Senior powered by Malabar Gold and Diamonds and UGS Gold Loan and Eastern. Judges, നമുക്ക് ഫാമിലി റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, പക്ഷെ ആരുടെ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നൊന്നും ഞാൻ പറയില്ല. സസ്പെൻസ് ആണ്, നമുക്ക് കാണാം. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം. ശരി, ഞങ്ങൾക്കാണ് ടാസ്ക്. പ്രേക്ഷകന് കണ്ടുപിടിക്കണം ആരാ. ഒന്നും നിർത്തുന്നുണ്ടോ? എന്തൊരു കുടിയായത്. ഇന്ന് ഞാൻ എൻ്റെ ബോധം പോകുന്ന വരെ കുടിക്കും. കാരണം അത്രയ്ക്ക് സന്തോഷമുള്ള ദിവസമാണ്. എടാ, എന്നെ വിശ്വസിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട അവള് വീട്ടുകാരെ ഉപേക്ഷിച്ച് ഇറങ്ങി വന്നിരിക്കുന്നേ. എന്നിട്ട് നീ ഇങ്ങനെ കുടിച്ചോണ്ടിരുന്ന? നീ ടെൻഷൻ അടിക്കാതെ അളിയാ, നിങ്ങളെ ഇവിടുന്ന് ആരും പിടിച്ചോണ്ട് പോവില്ല. നോക്കിയേ, നേരം വെളുക്കട്ടെ, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരും. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ അവിടെ വീട്ടുകാര്. ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ലേ പിന്നെ ഞങ്ങൾ ജീവനോടുണ്ടാവില്ല. ചങ്ക് പറിച്ച് സ്നേഹിച്ചിട്ട് പിരിയുന്നതിന്റെ വേദന മറ്റാരെക്കാളും അറിയുന്നവനാ ഈ ഞാൻ. സങ്കടം വരുമ്പോ ഞാൻ കുടിക്കും, എന്നിട്ട് ഉറക്കെ പാടും. ഈ രാത്രി പാട്ടും ഡാൻസുമായിട്ട് നമ്മൾ ആഘോഷിക്കും. താളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മല ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. കൈ തുടി താളം തട്ടി തൈ തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മല ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. മേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മല ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. തേന്മാവിൽ നമുക്കുമുള്ളൊരിലക്കൂട്ടിൽ ചെമ്പഴുക്ക പൊന്നിൻ പൂവിൻ തേനുണ്ടേ. നിനക്കുമുണ്ടൊരു പൂക്കാലം, എനിക്കുമുണ്ടൊരു പൂക്കാലം, നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം. ഇടനെഞ്ചിലെ നൊമ്പര ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി
നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മല ചെണ്ടും കൊണ്ടേ വാ ആൺകിളി കൈ തുടി താളം തട്ടി തേ തകമേളം വിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മല ചെണ്ടും കൊണ്ടേ വാ ആൺകിളി അടിപൊളി അടിപൊളി. ജഡ്ജസ് ഹായ് ഹായ്. ഇതാരാ? കീർത്തി. നമ്മുടെ കീർത്തി. കീർത്തിയോ? കീറ്റു. കീറ്റുവാണിത്. അപ്പൊ കീർത്തി ആൻഡ് ഫാമിലിയാണ് ഫാമിലി റൗണ്ടിൽ ഇപ്പൊ പെർഫോം ചെയ്തത്. ഒരു വലിയ കൈയടി കൊടുക്കാം. സൂപ്പർ. ഇനി ഒന്ന് പരിചയപ്പെടുത്തണേ. കീർത്തി ഒന്ന് പരിചയപ്പെടുത്തും എല്ലാവരും. അതെ. ഇതാണ് എന്റെ അച്ഛൻ. പേര് പറയ്. ഹായ് അച്ഛാ. എന്റെ പേര് മുരളീധരൻ. ആ, ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നത്? കാർപ്പന്റർ വർക്കാണ്. അടിപൊളി. അടുത്ത് ഇരുന്ന് അടി കൊണ്ടാളോ? ഇത് എന്റെ ചേട്ടൻ, അമ്മേന്റെ അനിയത്തിന്റെ ഏച്ചിന്റെ മകൻ. ആ. പേര് വിനീത്. വിനീത്. എന്ത് ചെയ്യുന്നു? വിനീതം. ഞാൻ ദുബായിലാ. ഓക്കെ. ഇപ്പൊ ലീവിന് വന്നു. അവിടെ അടി വാങ്ങാറുണ്ടോ? ദുബായിൽ എന്ത് ചെയ്യുന്നു? ദുബായിൽ CNC മിഷൻ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓ അവിടെ ഒറ്റ കേൾവിയിൽ തന്നെ മനസ്സിലായി. ഏട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഏട്ടനാണ് എന്നെ ഈ ഫീൽഡിൽ സംഗീതത്തിലേക്ക് കൊണ്ടുവന്നെന്ന് തന്നെ പറയാം. ഏട്ടനൊരു സിംഗറാണ്. ഏട്ടന്റെ കൂടെയാണ് ചെറുപ്പത്തിലെ പ്രോഗ്രാംസിനൊക്കെ പോയി തുടങ്ങിയത് ആദ്യമായിട്ട്. പിന്നെ ചേട്ടൻ ഗൾഫിലേക്ക് പോയപ്പോ അവിടെയായി പരിപാടികൾ. അപ്പൊ ചേട്ടനെ രണ്ടുപേരും നമുക്ക് ഉറപ്പായിട്ടും. ഓക്കെ. ഇനി ഇപ്പുറത്തേക്ക് വരാം. മുഴുവൻ സ്ത്രീ. അത് അമ്മ. ഇതെന്റെ അമ്മ. അമ്മ. ആ, അമ്മ പേര് പറ. പേര് മിനി. ആ, മിനിമോൾ. അമ്മ ഞാനൊരു മിനി കാര്യം voice. ചോദിക്കട്ടെ, അമ്മ ശരിക്കും അടി കൊടുത്തില്ലേ അമ്മേ? അടി കൊടുത്തു. അല്ല അത് ശരിക്കും കൊണ്ടല്ലേ? ശരിക്കും കൊണ്ടല്ലേ? ആക്ട് ചെയ്തതാ, പക്ഷെ ടെൻഷനിൽ നല്ലോണം അങ്ങ് കൊടുത്തിട്ടുണ്ട് അമ്മ. നന്നായി. അത് ആരോടോ ഉള്ള ദേഷ്യം തീർത്തത് പോലെയാണ് തോന്നിയത്. എന്താ പറ്റിയപ്പോ? പറയ്, സംസാരിക്കണം. പെട്ടെന്ന് അച്ഛനെ കുറിച്ച് ഓർത്തല്ലേ? അമ്മ അച്ഛനും അടിയൊക്കെ കൂടുവോ? തമാശ അടിയൊക്കെ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛാ കേട്ടാത്? ഇല്ല അല്ലേ? നല്ല ഓ, ഓ, കുഞ്ഞു കുഞ്ഞുണ്ടാവും. ആ, അതാ ഞങ്ങൾ ചോദിച്ചോളൂ. മിനി പ്രശ്നം. മിനി പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ? അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. കലവും ചട്ടിയൊക്കെ ആയിരിക്കും, തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കുന്നു പറഞ്ഞോളൂ. ഒരു പ്രശ്നങ്ങളില്ലാത്ത വീടൊന്നുമില്ല ഈ ലോകത്തെങ്ങും കാണത്തില്ല. അതെ. ഇനി അടുത്ത ആള്. അടുത്ത ആള്. പേര് പേര് പറ. എന്റെ പേര് ജ്യോതിക. ഓക്കെ. എന്റെ അമ്മേന്റെ ആങ്ങളമാരെ മക്കളാണ് അവിടെ നിൽക്കുന്നത്. ആ അടി കൊണ്ടതാരാണ്? നടക്കുന്നു. അതെ, ആ വ്യക്തി ആരാ? അത് ചേട്ടന്റെ വൈഫ്. ഓ, നിങ്ങൾ ശരിക്കും. കമിതാക്കളാ? അതെ. അല്ല, അത് കീർത്തിയുടെ ആരായിട്ട് വരും? അമ്മയുടെ ചേച്ചീന്റെ മകനാണ്, മകന്റെ വൈഫ്. വൈഫാണത്. ഓക്കെ. ഓഹോ. ഇത് അമ്മയുടെ ബ്രദറിന്റെ മക്കളാണ് ഇത് രണ്ടും. അപ്പൊ നേരത്തെ ഇതുപോലെ ഒരെണ്ണം കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു എന്തോ അമ്മയുടെ ഒരു മനസ്സിൽ. ആഗ്രഹമുള്ള പോലെ. അല്ല എന്തോ ആരോ പറഞ്ഞ അറിവുണ്ട്. അതോ ആരോ ഒരു പറഞ്ഞിട്ട് കീറ് കൊടുത്തേക്കെന്ന് പറഞ്ഞ പോലെ. ആ, എന്താ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി ചെയ്യാണ് ഓക്കെ. ഇവിടെ കോഴിക്കോട്. കോഴിക്കോട്. ഇനി ഇത് ചേട്ടന്റെ അടി കൊണ്ടാള്. പാവം കുട്ടി. ശരിക്കും നല്ല അടി പേര് കിട്ടിയ. ഷിനി. എന്ത് ചെയ്യുന്നു ഷിനി? അല്ല, ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അടി കൊള്ളുന്നു. അടി കൊള്ളുന്നു. അടുത്തുള്ള ആള് ആദിത്യ ആ, പോളി കഴിഞ്ഞു. പോളിടെക്നിക്. പോളിടെക്നിക്. പേടിച്ചു പോയി. പക്ഷെ ഉണ്ടല്ലോ ഡാൻസ് സൂപ്പർ ആയിരുന്നു. ആസാദായിരുന്നു, അടിപൊളി ആസാദ്. ഡാൻസ് ആയിരുന്നു. എന്തൊരു എനർജി ആയിരുന്നു. ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോ ടെൻഷൻ ആയോ? ഓ, ഒരുപാട് ടെൻഷൻ. കാരണം ഒന്നും അഭിനയിക്കാതെ അറിയാതെ ഇവിടെ വന്ന് കേറുമ്പോഴൊരു പക്ഷെ പൊട്ടിക്കല് കണ്ടു ഒരു പറയില്ല അടി കേട്ടോ. അങ്ങോട്ട് കൊടുത്തു. ഒരു അഭിനയം അറിയില്ല. അല്ല, അമ്മ പറഞ്ഞ ശരി, അഭിനയിക്കാനും അറിയില്ലായിരുന്നു. അതാ ശരിക്കും അടിയുണ്ട്. എന്നിട്ട് പിന്നെ കീർത്തിക്ക് വേണ്ടി അങ്ങ് ചെയ്യണതിലിപ്പോ അച്ഛനെയും അമ്മനെയും ഇവരെ ഒഴിവാക്കൂലെന്ന് പറഞ്ഞതിനോട് മാത്രം കേറിയ. അച്ഛന് ടെൻഷനായോ?
ഫാമിലി റൗണ്ട് പെർഫോം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ? ആ ടെൻഷനായി തന്നെ ഒരാഴ്ച മുമ്പേ ഇത് തുടങ്ങിന് ഈ തലവേദന. റിഹേഴ്സൽ അവോടെ ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ആദ്യം ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള ഒരു പ്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അത് പിന്നെ ഇതൊക്കെ ഡാൻസ് ഒന്നും വേണ്ട. ഡാൻസ് വേണ്ട, പിന്നെ പറഞ്ഞേ ഡയലോഗ്. അപ്പൊ ഡയലോഗ് വേണ്ട പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡയലോഗ് വേണ്ട, അടീന്റെ മുകളിൽ അത് മതി. മതിയെന്ന് പറഞ്ഞു. ഒന്ന് കാല് തൊട്ട് തൊഴുക, ഒന്ന് 2 തവണ ഒന്ന് വന്നു പോവാ. അടിയാകുമ്പോ പിന്നെ ശീലമുണ്ട്, മറ്റേത് പരിചയമില്ല. അതെ. ഓ, ഇനിയിപ്പോ നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോ അങ്ങ് ഫേമസ് ആയില്ലേ, ഇവിടെയൊക്കെ വന്ന് അഭിനയിച്ചു എന്നൊക്കെ പറയല്ലേ. സോ മച്ച് കീർത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഓക്കെ. എന്നാ പിന്നെ ശരത് സാർ. രാമൻകുട്ടി, എന്താ സാർ? അപ്പൊ നല്ല രസമുള്ള നല്ലൊരു പെപ്പി പാട്ടാണിത്, അതിലൊരു സംശയമില്ല. പിന്നെ അഫ്സലല്ലേ പാടിയത്? അതെ സാർ. അതിമനോഹരമായിട്ട് അഫ്സൽ പാടി പൊളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ സന്തോഷം. അതിൽ എനിക്ക് ആകെപ്പാടെ ഉള്ളത് ഇത് കൊള്ളായിരുന്നു മൊത്തത്തിൽ. പിന്നെ ഈ ചാരുമ്പല്ലേ വേണ ചരണത്തിൻ്റെ ആ ലോ പോർഷൻ ഒട്ടും മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, കുറച്ച് കൂട്ടിയാൽ മേളിൽ പാടാൻ പറ്റത്തില്ല. പിന്നെ ഈ പാട്ടെടുത്ത് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട്? രസം അതൊന്ന് പാടിയാലോ നമുക്ക്? ഇടനെഞ്ചിലെ നൊമ്പര ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം. ഇതൊട്ടും ഓഡിയബിൾ അല്ലടാ. കുഴപ്പമില്ല, ബാക്കിയൊക്കെ നന്നായിരുന്നു. ഇത് റേഞ്ച് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം തമ്പുരാനാ നമുക്ക് തന്നിട്ടില്ല, മുകളിൽ പാടാനിട്ട് കിട്ടത്തുമില്ല. അപ്പൊ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ പാടി. പിന്നെ ആ വേറെ ഒരു തന്നതാനെ വന്നിട്ട് ഏതാണ് തത്തരകിട തിത്തയ്യ, വെള്ളം അടിച്ച ഇങ്ങനെയുള്ളത് പാടാൻ പറ്റുമോ? സാധാരണ ആ സമയത്ത് ബോധം വന്നു സാർ. ആ, പക്ഷെ അതിന്റെ ബോധം വന്നാലും അവസാനമൊക്കെ പോയി, കൈവിട്ടു പോയി. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ അതൊക്കെ ശരിയായിക്കോളൂ കേട്ടോ. നമ്മുടെ പ്രത്യേകിച്ച് ഈ ജതി പോർഷനൊക്കെ വരുമ്പോൾ നല്ല ക്രിസ്പായിട്ട് നല്ല മണി കൊണ്ട് എൻ്റെ ചെയ്യിക്കണം. ആ എൻ്റെ ആണ് പോയത്. ബാക്കി ഒന്നും കുഴപ്പമില്ല. ഈ തല്ലിൽ ഇടപെടാതെ നിന്ന് അവര് ഞാൻ നോക്കിക്കോളാടാ, നിന്റെ ഞാൻ കൈവച്ചിട്ടുള്ള ഒരു കാര്യം ഇതുവരെ തോറ്റിട്ടില്ലടാ. അവന് കുറെ കോൺഫിഡൻസ് കൊണ്ട് 2 തല്ലും മേടിച്ചു കൊടുത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളുണ്ടോ നമുക്ക്? പക്ഷെ എന്തൊക്കെ ഇത് കൊള്ളായിരുന്നു കേട്ടോ. മൊത്തത്തിൽ നല്ലതായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു കള്ളുകൂടിയാ. ഓക്കെ ചേച്ചി, സൂപ്പർ ആയിരുന്നു. താങ്ക് യു. നല്ല ആ തുടക്കമൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു പാടി, നല്ല ഫോഴ്സ്ഫുൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെയിൽ വോയിസിലുള്ള പാട്ടാണ്. അഫ്സൽക്കയുടെ ആ ഒരു റേഞ്ച് വേറെ തന്നെ റേഞ്ചിൽ പാടിയ പാട്ടാണ്. അപ്പോൾ ഇത് കീർത്തിയുടെ ഇതിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് കീർത്തിയുടെ വോയിസ് നല്ല സ്ട്രോങ് ആയി നിന്നു. സ്പെഷ്യലി ആദ്യത്തെ ഹമ്മിങ് വളരെ ഡിഫിക്കൽട്ടാണ്. അത് നല്ല ത്രോയിൽ തന്നെ പാടി, ഉഗ്രനായിരുന്നു. താങ്ക് യു. സൂപ്പർ. കീർത്തി, ഇതിൽ സാർ പറഞ്ഞ ആ 2 പോയിന്റ്, ആ ജതി വന്നപ്പോഴത്തേക്ക് അവിടെ ഒന്ന് ലാസ്റ്റ് ഫിനിഷിങ് ആയപ്പോൾ ഒന്ന് തപ്പിപ്പോയി. പക്ഷെ അതല്ലാതെ എനിക്ക് ആ ആദ്യത്തതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ബാക്കി പാട്ട് മുന്നോട്ടൊക്കെ നന്നായിട്ട് തന്നെ പാടി. ആ ബേസ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അത് ഒരുപാട് ലോ ആയിപ്പോയി. അപ്പോൾ അത് കിട്ടാൻ പാടാണ്. നല്ലൊരു ആക്ട് കൂടിയായിരുന്നു ശരിക്കും. ഒരുപാട് കല്യാണം കഴിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് 2 പേര് അവർ ലാസ്റ്റിൽ ഒന്നിച്ചു. നല്ലൊരു കോൺസെപ്റ്റ്, അതാണ് വേണ്ടത്. ഹാപ്പി ആയിട്ട് അവർ ജീവിക്കട്ടെ അല്ലേ? നല്ലൊരു കോൺസെപ്റ്റ്, നല്ല രസമുണ്ടായിരുന്നു, ക്യൂട്ടായി. ഇതിൻ്റെ അകത്ത് കീർത്തി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ കീർത്തിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. അതുകൊണ്ടാണ് അവർ ഒന്നിച്ചത്. കീർത്തിയുടെ ലക്കാണത്. ദാറ്റ് ഇസ് ഇറ്റ്. യെസ്. പിന്നെ നല്ല വേഷം, ബ്യൂട്ടിഫുൾ സിംഗിങ് മോളെ. താങ്ക് യു ചേച്ചി, ഞാൻ എൻജോയ് ചെയ്തു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക, കീർത്തി, എന്താ ഈ പാട്ടിന് വേണ്ട ഒരു ത്രോ പരിപാടിയുണ്ട്. അത് അഫ്സൽക്ക വാരി വെതറി അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പരിധി വരെ റീക്രിയേറ്റ് ചെയ്യാൻ കീർത്തിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ലോ റേഞ്ച് എന്ന് പറയുന്നത് അത് എക്സ്ട്രീം ലോ ആണ്. അത് ഇപ്പം ചെറുതായിട്ട് പാടിപ്പിച്ചപ്പോൾ നമുക്കത് കുറച്ചെങ്കിലും മനസ്സിലാവാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഓർക്കസ്ട്ര ഇല്ല, കീസ് മാത്രമേ ഇട്ടായിരുന്നുള്ളൂ. പക്ഷെ അപ്പോഴും ഈ അത് വരുന്നുണ്ട്. അപ്പം അത് നമ്മളത് എങ്ങനെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യും, ഇൻ്റലിജൻ്റ് ആയിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ടുവേർഡ്സ് വെരി എൻഡായി ഇപ്പം. അപ്പോൾ നമ്മളിനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്മാർട്ടായിട്ട്, ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോൾ റിയാലിറ്റി ഷോ ആണെങ്കിലും ശരി, ഇപ്പോൾ ഗാനമേള ആണെങ്കിലും ശരി, കോൺസേർട്ടാണ്, വാട്ട് എവർ ഇറ്റ് ഇസ്, ഇങ്ങനെ ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഓക്കെ ആ ലോ എത്തില്ല, അത് ഓഡായിട്ട് സൗണ്ട് ചെയ്യും, അതുകൊണ്ട് അത് വേണ്ട, അങ്ങനെ ഒരു തീരുമാനം എടുക്കണം.
ആക്റ്റൊക്കെ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. പേർപ്പസ് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവരുടെ തല്ലിന് കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തു. എനിക്കതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്ക് ബോധവും വന്നു. പക്ഷെ രസമായിരുന്നു. ഹോൾ ഫാമിലി ആക്റ്റും സംഭവങ്ങളൊക്കെ രസമായിരുന്നു. ആൻഡ് എനിക്ക് ആ ഓഡിബിൾ എക്സ്ട്രീം ലോസ് പോയപ്പോഴുണ്ടായിരുന്ന ആ ഒരു ഓഡിബിൾ പ്രശ്നം ആണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അടുത്തൊരു കാര്യം, നമ്മളിപ്പം കല്യാണരാമൻ എന്ന് പറയുമ്പോൾ ദിലീപേട്ടനെ പോലെ തന്നെ സ്കോർ ചെയ്ത ഒരാൾ ദിലീപേട്ടൻ്റെ തൊട്ട് സൈഡിൽ ഉണ്ടായിരുന്നു ഉടനീളം. ആരാണത്? സലീം കുമാർ. സലീമേട്ടൻ ഈ അടുത്ത് അതെ നമ്മൾ വിട്ടുപോയി. കൊമേഡിയൻ എന്നുള്ള ഒരു രീതിയിൽ മാത്രമല്ല, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ പല പല റോളുകൾ, ഹാർട്ട് ടച്ചിങ് റോൾസ്. പിന്നെ ഒരു മനുഷ്യനെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവ് തന്നെയാണ്. അതും പ്രത്യേകിച്ച് ഈ സിനിമയിലുള്ള പുള്ളിയുടെ എല്ലാ ഡയലോഗ്സും കൾട്ടാണ്. കൾട്ട് ഡയലോഗ്സ് ആണ്. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. ആ സിനിമയിലുള്ള ഒട്ടുമിക്ക പേരും ഇപ്പം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ്. അപ്പം സലീമേട്ടൻ ഒരു വലിയൊരു എന്താ പറയാ, ഇവരാരും മരിക്കുന്നില്ല. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ സലീമേട്ടൻ ഫസ്റ്റ് പലവട്ടത്തിൻ്റെ ഷൂട്ടിലാണ് ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനെ അറിയില്ല. എന്നെ മമ്മൂക്കാക്ക് പരിചയപ്പെടുത്തുന്നത് സലീമേട്ടനാണ്. പലവട്ടം ഷാൻ എന്ന് പറഞ്ഞിട്ട്. കാരണം മമ്മൂക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പലവട്ടം. മമ്മൂക്കയുടെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് ആ ഒരു ഓർമ്മയിലേക്കൊക്കെ, കാരണം കല്യാണരാമൻ എന്ന് പറയുമ്പോൾ നമുക്ക് സലീമേട്ടനാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു മുഖം. അപ്പം അങ്ങനെ ഈ ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നതിൽ സൂപ്പർ താങ്ക്സ്. താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ശരത് സാർ, യെസ്, രാമൻകുട്ടിക്ക് മാർക്ക് കൊടുക്ക് സാർ. രാമൻകുട്ടി എന്തോ സർ? 9.2. താങ്ക് യു സർ. താങ്ക് യു സാർ. ചേച്ചി? രാമൻകുട്ടി എന്തോ കീ 2 ആണെങ്കിലും കീ 3 ആണല്ലോ, അപ്പോൾ 9.3. താങ്ക് യു ചേച്ചി. ഷാനിക? കീ 3. ഓക്കെ താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 18.5. താങ്ക് യു. ഓക്കെടാ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും, Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. സൂപ്പർ